മന്ത്രമോ തന്ത്രങ്ങളോ ഒന്നുമില്ല, പൂജാരിയില്ല. മുറുക്കാനാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് വെക്കും, പിന്നെ മെഴുകുതിരി കത്തിക്കും. കടുവ ആക്രമിക്കാൻ കടുവയെ പുള്ളിയുടെ ഇരുന്ന കൊടുവാട് വെച്ച് വെട്ടി. എന്നിട്ട് രണ്ടുപേരും ഒരിടത്ത് ചത്ത് കിടക്കുകയായിരുന്നു. ഈ അമ്പലം ഇരിക്കുന്നത് തന്നെയായിരുന്നു. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിനെക്കാട്ടി ശല്യമായി. ഇവിടെ പിന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇവിടെ എടുത്തുകൊണ്ട് പോകണം, എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല. വണ്ടിക്കാരനോട് പറഞ്ഞു, അവൻ ജീവനോട് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട്. പൂജയും പൂജാരിയും ക്ഷേത്ര ആചാരങ്ങളും ഒന്നുമില്ലാത്ത വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വഴിപാടായി ഈ നടയിൽ സമർപ്പിക്കാം. നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനായി ഇവിടെ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മണിക്കൂറുകൾക്കകം തന്നെ അത് തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ കാഞ്ഞീറ്റുകരയിലാണ് പാലൻ പൊലിയ ക്ഷേത്രമെന്ന വ്യത്യസ്തമായ ഈ ക്ഷേത്രമുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന പാലൻ എന്ന വ്യക്തി പിന്നീട് ഈ നാടിൻ്റെ തന്നെ കാവലാളായി മാറിയ കഥയാണ് 400 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ മന്ത്രമോ തന്ത്രങ്ങളോ ഒന്നുമില്ല, പൂജാരിയില്ല, പിന്നെ തന്ത്രിയില്ല, യാതൊന്നുമില്ല. വരുന്നവർ അവരവരുടെ കാര്യങ്ങൾ നേരിട്ട് അപ്പനോട് പറയുകയും അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ തോന്നുന്ന വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു പോവുക സാധാരണ ചെയ്യുന്നത്. പൂജാരിയോ പൂജകളോ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ വന്ന് അമ്പലം തുറന്ന് വൃത്തിയാക്കി വിളക്ക് കത്തിക്കുക, ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി. മനുഷ്യർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വഴിപാടായിട്ട് വെക്കുന്നുണ്ട്. അത് മുറുക്കാനുണ്ട്, മെഴുകുതിരിയുണ്ട്, സാമ്പ്രാണിയുണ്ട്, കർപ്പൂരമുണ്ട്, പിന്നെ ചുട്ട കപ്പ കൊണ്ടുവരും, ചുട്ട മീൻ കൊണ്ടുവരും, അങ്ങനെ പിന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാ ഐറ്റങ്ങളും ഇവിടെ വരുന്നുണ്ട്. വഴിപാടായിട്ട് കൊണ്ടുവെക്കുന്ന സമർപ്പിക്കുന്ന എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഇപ്പം കൂടുതലും ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്. മൂലമറ്റം, തിരുവനന്തപുരം, വർക്കല, ഇവിടെ നിന്നൊക്കെയാണ് കണ്ടവൻ ആൾക്കാർ വരുന്നത്. ഞായറാഴ്ച മിക്കവാറും എല്ലാ ദിവസവും ഞായറാഴ്ചകളും തിരക്കാണ് ഇവിടെ. പിന്നെ കളഞ്ഞു പോയ സാധനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടാറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പിന്നെ കാര്യങ്ങൾ ഞാൻ പറയാറുമുണ്ട്. ഇവിടെ ഈ അമ്പലത്തിന്റെ ഒരു ചരിത്രം എന്താണ്? അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പഴക്കം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. 400 വർഷങ്ങൾക്ക് മുകളിലുണ്ട്. അന്നത്തെ കാലമായിട്ട് റെക്കാർഡിക്കലായിട്ടൊന്നുമില്ല. അന്ന് ചിറ്റേടത്ത് തറവാട്ടിലെ കൃഷികളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഈ പാലമ്പുല്. പണ്ട് കാലത്ത് പുള്ളി ഇവിടെ എല്ലാം 100 ഏക്കർ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയിട്ടിരുന്ന പുള്ളിയായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പുള്ളിക്ക് ഇവിടുന്ന് ഈ ഒരു നിധി കിട്ടി. ആ നിധി മത്തങ്ങായിലാക്കി കൊണ്ടുവന്ന് പിന്നെ ഈ ആറിനക്കരയ കുടുംബം തമ്പുരാനെ വിളിച്ച് ഈ പിന്നെ നിധി പുള്ളി ഏൽപ്പിക്കുകയാണ്. ആ വിശ്വാസം, പുള്ളി അത് എടുത്തുകൊണ്ട് പോയില്ല, നേരെ തമ്പുരാനെ ഏൽപ്പിച്ചെന്ന് വന്ന് പിന്നെ വേറെ കുറച്ച് ആഹാരങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ പുള്ളി ഇവിടുത്തെ നമ്മുടെ കൃഷികളൊക്കെ നോക്കി, ഇവരുടെ ആൾക്കാർ കൃഷികൾ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കിക്കൊണ്ട് കാലങ്ങളായി കഴിഞ്ഞപ്പം പുള്ളിയെ ഇവിടെ കൃഷി നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ കടുവയുമായിട്ടൊരു ആക്രമണം ഉണ്ടായി. കടുവ ആക്രമിക്കാൻ കടുവയെ പുള്ളിയുടെ ഇരുന്ന കൊടുവാട് വെച്ച് വെട്ടി. എന്നിട്ട് രണ്ടുപേരും ഒരിടത്ത് ചത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ വന്ന ഒരു കാലക്രമേണ ഈ കുടുംബത്തിൽ ചില പിന്നെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ദേവപ്രശ്നം വെച്ചപ്പം പുള്ളി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. പുള്ളിക്കൊരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്കെന്നും കുടുംബത്തിനൊരു കാവലായിട്ട് ഉള്ള ആളായിരിക്കും, ദോഷം ചെയ്യത്തില്ല, അതുകൊണ്ട് പുള്ളിക്കൊരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവിൻ്റെ വീട്ടിൽ ഇരുത്തി അവിടെ വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരിപാടി. ഈ അമ്പലം ഇരിക്കുന്നത് തന്നെയായിരുന്നു. അത് പിന്നെ ക്രമേണ ഇത് അമ്പലമായിട്ട് വന്നു. ഇതിപ്പോൾ 3ാമത്തെ പ്രതിഷ്ഠയായത്. ക്ഷേത്രം നിർമ്മിച്ചിട്ട് എത്ര വർഷമായി കൃത്യമായി കണക്കില്ല. ഇല്ല, കറക്റ്റ് കണക്കില്ല. 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. 400, 700 ഒക്കെ പറയുന്നുണ്ട്, കറക്റ്റ് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന വിഗ്രഹം കുമ്പിളിലായിരുന്നു. അത് ജീർണിച്ചപ്പോൾ പുതിയ വിഗ്രഹം പണിയാനായിട്ട് നമ്മൾ കൂപ്പിലെ തടി മില്ലിൽ പോയി കണ്ട് എടുത്ത് അറപ്പിച്ച് പിന്നെ ആശാരിയുടെ കൊണ്ട് കൊടുത്തു. അത് പണിത് വന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ കടുവ പിടിച്ച പാട് വന്നപ്പോൾ ആ തടിക്ക് കേടാം. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പുറത്തൊരു മുഴുക്കാഞ്ചെല്ലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തടി കൊടുത്തപ്പോൾ മുതൽ പുള്ളിക്ക് ഉറങ്ങാൻ സമയം കിട്ടത്തില്ല. പുള്ളി അങ്ങ് ശല്യമാണ്. പണി തീർക്കാമെന്നുള്ള ഒരു ഭയങ്കര വിപ്ലവമായിരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് പണി തീർത്ത് കഴിഞ്ഞ് പുള്ളിയെ സാധാരണ രീതിയിൽ പുള്ളി ഒരു മാലയൊക്കെ ഇട്ട് ഒരു വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിനെക്കാട്ടി ശല്യമായി. പിന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇവിടെ എടുത്തുകൊണ്ട് പോകണം, എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തോളൂ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഈ റൂമിലാക്കി. പിന്നെ അവിടുന്ന് അങ്ങ് കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. പിൻഭാഗത്തായി കടുവ പിടിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണോ ഇപ്പോൾ ഈ തടിയിൽ കേട് വന്നിരിക്കുന്നത്? ഇവിടെ അങ്ങനെ ജാതി മത വ്യത്യാസങ്ങളൊന്നും എല്ലാവരും വരാറുണ്ടല്ലേ? എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരാറുണ്ട്. ഇന്ന ജാതിയൊന്നും നമ്മൾ ചോദിക്കാറുമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ, എല്ലാ മുസ്ലിങ്ങളായാലും ഉള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ ആൾക്കാരും ഇവിടെ സ്ഥിരമായിട്ട് വന്ന് വഴിപാട് ചെയ്യുന്നുണ്ട്. അത് ദൂരെ നിന്ന് കണ്ടവൻ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പൂജയില്ല അല്ലെങ്കിൽ തന്ത്രി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഉത്സവമുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ്? ഇപ്പോഴത്തെ നമ്മുടെ ഈ പുനഃപ്രതിഷ്ഠ നടത്തിയ ആ ഡേറ്റ് അറിയാം. ആ ഡേറ്റ് വെച്ച് ഇപ്പോൾ എല്ലാ വർഷവും പിന്നെ പ്രതിഷ്ഠ അതിനോട്ട് ആഘോഷിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ആൾക്കാർ വരുന്നുണ്ട്. ഇന്നൊന്നുമില്ല. പരീക്ഷയ്ക്ക് പോകുന്ന പിള്ളേർ പേനായും ബുക്കും പെൻസിലും എല്ലാം കൂടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു പോകും. എല്ലാ പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും അവരുടെ ഫയൽ സഹിതം ഇവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു പോകുന്നത്. ഫലം കിട്ടാറുമുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും വരാറുണ്ട്. ഇന്ന രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ വരാറുണ്ട്.
പ്രമുഖരായ ആളുകളൊക്കെ വരാറുണ്ടോ? പ്രമുഖരായ ആൾക്കാർ വരാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. അത് പുള്ളി മുറിക്ക് വരാറുള്ള പുള്ളിക്ക് ഇപ്രാവശ്യം വന്നപ്പം പറയുന്നത് അടുത്ത പ്രാവശ്യം പുള്ളിക്ക് ഇവിടെ അന്നദാനം നടത്തണം എന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. അതിനൊരു സമ്മതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മിക്കവാറും വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇന്ന സാധനങ്ങൾ ഇന്ന വില കൂടിയ സാധനങ്ങൾ കൊണ്ടുവെക്കണമെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മുറുക്കാനായിരിക്കും, ചിലപ്പോൾ 1 രൂപ ആയിരിക്കും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല, പ്രാർത്ഥിച്ചേച്ചു. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ നിർബന്ധിക്കാറില്ല. അവരവരുടെ കഴിവനുസരിച്ച് അവരെന്തോന്ന് ചെയ്യുന്നു പോകുന്നു. ഈ പച്ചമീൻ വരെ ആളുകൾ പച്ചമീൻ വരെ കച്ചവടക്കാർ വന്നു കഴിഞ്ഞാൽ പച്ചമീൻ പച്ചക്കറി എല്ലാം ഇവിടെ കൊണ്ടുവച്ചേ പോകത്തുള്ളൂ. ഇവിടെ പല അനുഭവങ്ങളുണ്ടെന്ന്. ഇവിടെ ഉണ്ട് റോഡ് പണിക്ക് ഒരു പാർട്ടി വന്നിട്ട് മെഷീനും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് പണി അങ്ങോട്ട് പണി തുടങ്ങിയിട്ട് ജന്മം ചെന്നാൽ മെഷീൻ സ്റ്റാർട്ടാകത്തില്ല. അന്നേരം അവിടെ നിന്ന് ആരണ്ട ചോദിച്ചു, ഇന്നടത്ത് പോയി ഇന്നോട് വല്ലതും ചെയ്തോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ അവർ ഇവിടെ വന്ന് മുറുക്കാനൊക്കെ വെച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ മെഷീൻ സ്റ്റാർട്ടായി വർക്ക് കൂടെ. ഒത്തിരി ആൾക്കാരുടെ അനുഭവം. ഒരുമാതിരിപ്പെട്ട ഏത് പണിക്കാർ വന്നാലും ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാതെ പണി തുടങ്ങത്തില്ല. തുടങ്ങിയാൽ അത് കറക്റ്റാണ്, ഹെവൻ്റെ കൊണ്ട് മുടങ്ങിപ്പോകും. അതുകൂടാതെ ഒരു പാർട്ടി ഇവിടെ കൊണ്ട് തടി ഇറക്കിയിട്ടിരുന്നത് വേറൊരു പാർട്ടി വന്നത് രാത്രി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് നോക്കി. കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ജന്മം ചെന്നാൽ ഈ തടി കയറ്റാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാതെ നിട്ട് ചങ്കുമായിരുന്നു. വണ്ടിക്കാരനോട് പറഞ്ഞ അവൻ ജീവനോട് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട്. ഇത് നിലവിൽ ഇത് ക്ഷേത്രം നടത്തുന്നതാണ് കുടുംബ ട്രസ്റ്റാണ്. കുടുംബ ട്രസ്റ്റ്, ചിറ്റടുത്ത് കുടുംബം. സാധാരണ രീതിയിൽ ഞങ്ങൾ രാവിലെ 6:45-7 തുറക്കും. തുറന്നു കഴിഞ്ഞാൽ ഒരു 11 മണി വരെ തുറന്നിരിക്കും. പിന്നെ ഇവിടെ കടയുള്ളത് കൊണ്ട് താക്കോൽ ഇവിടെ കാണും. ആരെങ്കിലും ദൂരെ നിൽക്കുക വന്നു കഴിഞ്ഞാൽ തുറന്ന സമയത്ത് കൊടുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞൊരു 2:30-3 മണിയാകുമ്പം വരും. 3 മണിയാകുമ്പോൾ വന്നാലും ആൾക്കാർ ദൂരെ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ തുറന്ന് കൊടുക്കും. 5 മണിയാകുമ്പോൾ വിളക്ക് എത്തിക്കും. ഒരു 7:15-7:30 അടയ്ക്കും. കോഴഞ്ചേരി വന്നിട്ട് ചെറുവപ്പുഴ വഴി വരാം, ഇല്ലെങ്കിൽ തിരുവല്ലായി വരുന്നവരാണ് പുല്ലാട് വഴി ഇങ്ങോട്ട് വരാം. ഇന്നത്തെ കാലത്ത് പിന്നെ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട്. എൻ്റെ പേര് ബിനു. ഞാൻ ഈ നാട്ടുകാരനാണ്. തൊട്ടടുത്ത് ആണ് എൻ്റെ വീട്. ഞാൻ ഇപ്പം ബഹറിലാണ്. എന്ന് വന്നാലും വരുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അപ്പൂപ്പന് വന്ന് കാണിക്ക വെക്കാറുണ്ട്. വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. ഈ മലയെ കാക്കുന്ന ഞങ്ങളുടെ അപ്പൂപ്പനാണ്. എല്ലാവരും ഇവിടെ വഴിപാട് കാണിക്ക വെക്കാനായിട്ട് വരും. പ്രത്യേകിച്ച് മുറുക്കാനാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് വെക്കും. പിന്നെ മെഴുകുതിരി കത്തിക്കും. മറ്റ് എന്ത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ കോഴി, മുട്ട, ഏത്തക്കൊല, ചേന, അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും നമ്മളിവിടെ സമർപ്പിക്കും. നമ്മുടെ വീട്ടിലെ വിശേഷപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ പോലും അത് ആദ്യം നമ്മൾ അപ്പൂപ്പന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് പോലും കൊടുക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു സ്ഥലമാണ്. എന്താഗ്രഹിച്ച് ചെയ്താലും അത് സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെൻ്റെ ബഹറിലുള്ള കൂട്ടുകാരാണ്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം വീട്ടിലേക്ക് വന്നപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഇതാണ്, നമുക്കിവിടെ ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലോട്ട് കയറിയില്ല, അതിന് മുമ്പ് തന്നെ അപ്പൂപ്പനെ കാണാനായിട്ട് അവർ വന്നതാണ്. അതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പൂപ്പനാണ് ഞങ്ങളെ കാക്കുന്നൊരു അപ്പൂപ്പനാണ്. ഓരോരുത്തരൊക്കെ പറയുന്ന കേട്ട് ഞാനിവിടെ ഇവിടെ വന്നാണ്. അപ്പൂപ്പൻ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട്. ഞാൻ ഇവിടെ മാസത്തിലൊരു പ്രാവശ്യം വന്ന് വിളക്ക് കത്തിക്കുകയും പൂജയൊക്കെ ചെയ്തേച്ച് ഞാൻ പോവും. അത് എൻ്റെ കാര്യങ്ങളൊക്കെ അവിടുന്ന് നടത്തി തരുന്നുണ്ട്. വിശ്വാസമാണ്, പറയുന്ന എന്ത് കാര്യങ്ങളും നടത്തി തരുന്നുണ്ട്. കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പാലൻ അപ്പൂപ്പനെ കടുവ ആക്രമിച്ചുവെന്നും ആ ഏറ്റുമുട്ടലിൽ 2 പേരും കൊല്ലപ്പെട്ടുവെന്നും അങ്ങനെ കൊല്ലപ്പെട്ട് കിടന്ന അതേ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുമാണ് ഐതിഹ്യം. എന്താണെങ്കിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഓരോ ദിവസവും നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട അയിരൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടീം.